ഓം ശാന്തി. എൻ്റെ ശരീരത്തിൻ്റെ പേര് ലീല. ഞാൻ 26 വർഷമായി ജ്ഞാനത്തിലുണ്ട്. ഞാൻ സത്യാന്വേഷണത്തിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഭഗവാനെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഭഗവാന്റെ അടുക്കൽ ആദ്യമായി വരുന്നതിന് മുൻപ് ഭാഗവതം, രാമായണം, ദേവി ഭാഗവതം, പിന്നെ ശിവപുരാണം, ഭഗവത്ഗീത എല്ലാം വായിച്ചു. എല്ലാം വായിച്ചെങ്കിലും ഒന്നും അതിനകത്തിൽ നിന്നും നമുക്ക് തൃപ്തിയായില്ല. ഒരുപാട് നേരം ഇരുന്ന് വായിക്കുമ്പോൾ വീട്ടിൽ ചോദിക്കുമായിരുന്നു, എന്താണ് കിട്ടിയത്, തൃപ്തിയാവുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്താണെന്നൊന്നും മനസ്സിലായില്ല. കുറേ സമയം ഇരുന്ന് വായിക്കും, ചോദ്യോത്തരങ്ങളും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ഒരു ദിവസം എല്ലാ മാസത്തിലും അമ്പലത്തിൽ പോയി, ശിവൻ അമ്പലത്തിൽ നടന്നു തന്നെയാണ്. അന്നത്തെ സമയത്ത് ബസ്സൊന്നും ഇല്ലല്ലോ, അപ്പം നടന്നു തന്നെയാണ് പോകുന്നത്. രാവിലെ അങ്ങോട്ട് പോകും, തൊഴുത് ശിവൻ അമ്പലത്തിലെല്ലാം തൊഴുത് തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്താണെന്നും മനസ്സിലായില്ല. ലാസ്റ്റ് വന്നപ്പോൾ ഒരു ദിവസം ക്ഷേത്രത്തിൽ ചെന്നു. അന്നൊരു ഇച്ചിരി സമയം കൂടെ വൈകി. അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം പോയ സമയത്ത് പെട്ടെന്നൊരു പ്രകാശം എന്നിലേക്ക് ഇങ്ങനെ വന്നു. അത് ആ മുകളിൽ ഏറ്റവും ടോപ്പിൽ നിന്നാണ് വന്നത്. എന്താണെന്ന് മനസ്സിലായില്ല. എനിക്കൊരു ശരീരത്തിനൊരു വല്ലാതെ തോന്നി പെട്ടെന്ന്. എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇതാണോ ഭഗവാന്റെ ആ പ്രകാശമാണോ സംഭവിച്ചതെന്നും അറിയാൻ വയ്യ. ലാസ്റ്റിൽ അങ്ങനെ പുതിയതായിട്ട് ക്ലാസ് ഉണ്ട് എന്നിങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചിയും കുട്ടികളും പോകാൻ ഒരുങ്ങി. അപ്പോൾ ഞാൻ എവിടെ പോവാമെന്ന് ചോദിച്ചു. ഗീതാ ക്ലാസ്സിന് പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ 2000-ലാണ് പോയത്. 2000 ഒരു നവംബർ മാസത്തിലാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഗീതാ ക്ലാസ്സിന് പോകാമെന്ന് പറഞ്ഞു. അപ്പം കുട്ടികളല്ലേ ഗീതാ ക്ലാസ്സിന് പോകുന്നത്. ഞാൻ ഒത്തിരിയും ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കുഞ്ഞുനാളിൽ പഠിച്ചിട്ടുമുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്, ഗീതാ ക്ലാസ്സുകൾക്കൊക്കെ പോയിട്ടുമുണ്ട്. ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ ഉള്ള ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ജ്ഞാനമാർഗത്തിൽ ഞാൻ മാത്രമേ വന്നുള്ളൂ. ഭഗവാനോട് ഒരു ദിവസം ഇങ്ങനെ പോകാനെ കൊണ്ടൊരുങ്ങി. ആ സമയത്ത് പോകാനൊരുങ്ങി. അപ്പം ഞാനും വരുന്നെന്നും പറഞ്ഞിട്ട് ഞാനും വന്നു. അപ്പം എന്നോട് എന്താണെന്നറിയാമോ, അത് വലിയവർക്കും കൊച്ചുപിള്ളേർക്കും എല്ലാവർക്കും ഉണ്ടെന്നാണ് പറഞ്ഞു. അപ്പം അങ്ങനെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരുവാന്നും പറഞ്ഞ് പെട്ടെന്ന് ഓടി ചെന്നിട്ട് രാവിലെ കുളിച്ചെല്ലാം ഡ്രസ്സൊക്കെ ചെയ്ത്, അന്ന് ആഹാരമൊന്നും വലുതായിട്ട് മറ്റുള്ള മത്സ്യമാംസാദികളൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ക്ലാസ്സുകൾക്ക് പോയി ആദ്യത്തെ പോയിൻ്റ്, ആത്മാവിൻ്റെ പോയിൻ്റ് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ കണ്ട ആ ശിവനമ്പലത്തിൽ കണ്ട ആ സാക്ഷാത്കാരം തന്നെ എനിക്ക് ആ പ്രകാശം വന്നു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, അന്ന് അത് തന്നെയാണ് ഇത്. പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കി എടുത്തു, എന്താണ് പറയുന്നത്, എന്താണ് ക്ലാസ്സുകളിൽ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചപ്പം മനസ്സിലാക്കി ഇതാണെന്നുള്ളത്. പിന്നീട് ഈ അടുത്തൊരു സമയത്തും എനിക്ക് ചെറിയ പോയിൻ്റ് പോലെ ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പം എന്താണ് ഈ പോയിൻ്റ് കാണുന്നതെന്ന് മനസ്സിലാക്കിയില്ല അന്ന്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്, കാണുന്നതൊക്കെ ഭഗവാന്റെ ആ ദർശനമാണ് കണ്ടതെന്ന് മനസ്സിലായി. എല്ലാവരെയും ആത്മസഹോദരങ്ങളായിട്ട് കാണാൻ പഠിച്ചത് തന്നെ ഒരു മാറ്റമാണ്.
എല്ലാ ഏത് ആത്മാവിനെ കണ്ടാലും വീട്ടിലുള്ളവരെ ആയാലും അയലത്തുള്ളവരെ ആയാലും ബസ്സിൽ ഒക്കെ വരുന്ന സമയത്തും എല്ലാ ആൾക്കാരെയും നമ്മൾ ആത്മസഹോദരങ്ങളായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു മാറ്റം കൂടി വന്നിട്ടുണ്ട് ഇപ്പോഴ്. നേരത്തെ ആണെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ കാണുമ്പോൾ ഇന്നാരാണ് ബന്ധുക്കളാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഇപ്പോഴും അതെല്ലാം സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. മുതിർന്നവരിൽ നിന്ന് ക്ലാസ്സുകളൊക്കെ കേട്ടു. അങ്ങനെ ക്ലാസ്സുകളൊക്കെ കേട്ടപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എന്താണ് വേണ്ടുന്നത് എന്ന് മുന്നോട്ട് പോകാനും പവിത്രമായിട്ട് ജീവിക്കാനും ശ്രീമത്തനുസരിച്ച് ജീവിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. മൗണ്ട് അബൂലൊക്കെ പോയപ്പോഴും എല്ലാം നല്ലതുപോലെ മനസ്സിലാക്കി. ദാദിമാരെ എല്ലാവരെയും കാണാൻ സാധിച്ചു. അത് തന്നെ ഒരു മഹാഭാഗ്യം തന്നെയാണ്. എല്ലാവരിൽ നിന്നും ആശീർവാദങ്ങൾ എടുക്കാനും സാധിച്ചു. ഈശ്വരീയ ഓർമ്മയിൽ ഇനി ദേഹം വിട്ടു പോകണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ജീവിത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ദേവതയായി തീരണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഓം ശാന്തി.